കോട്ടയത്ത് കേരള കോൺഗ്രസുകൾ തമ്മിലുള്ള കോട്ടയം പോരിൽ ഫ്രാൻസിസ് ജോർജ് ബഹുദൂരം മുന്നിൽ ജയിച്ചു കയറി. ഒപ്പം കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗവും UDF-ൽ വളരെ സേഫായി ജയിച്ചു കയറിയ ചാഴികാടിന് LDF-ലെ പുത്തൻ പോർ അത്ര എളുപ്പമാകില്ലെന്ന് ഉറപ്പായിരുന്നു. ജോസഫ് വിഭാഗത്തിന്റെ അഭിമാന പോരാട്ടം തന്നെയാണ് കോട്ടയം കണ്ടത്. ഇപ്പോൾ ജോസ് വിഭാഗത്തിന്റെ ഭാവി എവിടേക്ക് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. പ്രവീണ നമുക്കൊപ്പം തുടരുകയാണ്. പ്രവീണ, മധ്യ കേരളത്തിലെ പ്രധാനപ്പെട്ട ശക്തികളാണ് ഞങ്ങൾ. UDF കഴിഞ്ഞ തവണ തോൽക്കാൻ പ്രധാനപ്പെട്ട കാര്യം, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തോറ്റമ്പിയതിന്റെ പ്രധാനപ്പെട്ട കാര്യം ജോസ് വിഭാഗം LDF-ലേക്ക് പോയതാണ് എന്നുള്ള ക്ലെയിമുകൾക്കൊന്നും ഈ ഘട്ടത്തിൽ ഇനി അടിസ്ഥാനമില്ല എന്ന് പറയുന്ന വിധത്തിലുള്ള വിജയമാണ് അവരുടെ തട്ടകത്തിൽ തന്നെ നേരിട്ടിട്ടുള്ളത്. മാത്രമല്ല, പാലായിൽ പോലും ഫ്രാൻസിസ് ജോർജ് ബഹുദൂരം മുന്നിലായിരുന്നു. ബിനിൽ, ആര്യ ഈ പറഞ്ഞത്, അതായത് രാഷ്ട്രീയമായി ഇനി വലിയ ഒരു ആടി ഉലച്ചിലാണ് കേരള കോൺഗ്രസ് ഉള്ളത്. എത്രയൊക്കെ തന്നെ പ്രതിരോധിക്കാൻ ശ്രമിച്ചാലും, ഇന്ത്യ മുന്നണി സഖ്യത്തിന് വേണ്ടി കോൺഗ്രസിന് വോട്ട് ചെയ്തു എന്നൊക്കെ സമർത്ഥിക്കാൻ ശ്രമിച്ചാലും, സ്വന്തം തട്ടകത്തിൽ ഇങ്ങനെ അടപടലം പരാജയപ്പെട്ട് നിൽക്കുമ്പോൾ എങ്ങനെയാണ് അണികൾക്കിടയിലെങ്കിലും ഉള്ളത് പറഞ്ഞ് മുന്നോട്ട് പോകാനാകുക എന്നുള്ളൊരു പ്രതിസന്ധി ഇപ്പോൾ തന്നെ നേതൃത്വത്തിനുണ്ട്. സ്വാഭാവികമായും കേരള കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോട്ടയം അവരുടെ സ്വന്തം തട്ടകമാണ്. ജോസ് കെ മാണിയുടെ പാല, ആ പാലയിലടക്കം ഈ പറഞ്ഞ ഫ്രാൻസിസ് ജോർജ് 11,000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തോടെയാണ് ലീഡ് ചെയ്തത്. ആകെ ഒരു ഒറ്റ മണ്ഡലം മാത്രമാണ് കോട്ടയത്ത് LDF-ന് ലീഡ് കൊടുത്തത്, വൈക്കം മണ്ഡലം. അതും ഒറ്റ റൗണ്ടിൽ മാത്രം. അത് കഴിയുമ്പോഴേക്കും അടപടലം താഴേക്ക് പോകുന്നു. 88,000-ലധികം വോട്ടുകൾക്ക് പ്രതീക്ഷിക്കാത്ത ഭൂരിപക്ഷത്തിൽ UDF സ്ഥാനാർത്ഥി ജയിച്ചു കയറുന്നു. ഇനി കേരള കോൺഗ്രസ് എമ്മിന്റെ മുന്നിൽ രാജ്യസഭാ സീറ്റ് മാത്രമാണ് രാഷ്ട്രീയപരമായി അവർക്ക് നിവർന്നു നിൽക്കാനുള്ള ഒരു സീറ്റ് എന്ന് പറയുന്നത്. അതും കിട്ടാതെ വന്നാൽ വലിയ കഷ്ടത്തിലാകും, രാഷ്ട്രീയമായ ആടി ഉലയുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. പക്ഷേ LDF-ൽ അത്തരമൊരു ക്ലെയിം ഉന്നയിക്കണമെങ്കിൽ, ആ സീറ്റ് ഞങ്ങൾക്ക് അവകാശപ്പെട്ടതാണ് എന്നുള്ള കാര്യം ഉന്നയിക്കണമെങ്കിൽ ഈ ഒരു സീറ്റിലെ ജയം അനിവാര്യമായിരുന്നു. അത് നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇനി എങ്ങനെയാകും? കാരണം CPI-യും ആ സീറ്റിന് ലക്ഷ്യമിട്ടിട്ടുണ്ട്. സ്വാഭാവികമായും CPI-ക്കാണോ CPM-നാണോ മുൻതൂക്കം കൊടുക്കുക? ഇപ്പോൾ MLA-മാരുടെ എണ്ണമൊക്കെ നോക്കിയാൽ പോലും CPI-ക്കാണ് കൂടുതൽ. 5 MLA-മാർ മാത്രമാണ് കേരള കോൺഗ്രസ് എമ്മിനുള്ളത്. സ്വാഭാവികമായും ഒരു വലിയ പാർട്ടി അല്ലെങ്കിൽ രണ്ടാമത്തെ പാർട്ടി എന്നുള്ള തരത്തിൽ CPI-യെ CPM പരിഗണിച്ചാൽ കേരള കോൺഗ്രസ് എമ്മിന്റെ രാഷ്ട്രീയ ഭാവി തന്നെ തുലാസിലാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പ്രത്യേകിച്ച് കോട്ടയത്ത് തകർന്നടിഞ്ഞ കേരള കോൺഗ്രസ് എം എന്ന് പിന്നീട് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുകയും ചെയ്യും. വ്യക്തമാണ്, കോട്ടയം അവരുടെ തട്ടകമാണ്. അവിടെ തകരുക എന്നുള്ളത് കേരള കോൺഗ്രസ് എമ്മിന്റെ, പ്രത്യേകിച്ച് ജോസ് കെ മാണിയുടെ രാഷ്ട്രീയ ഭാവിക്ക് ഒട്ടും ശോഭനമാകില്ല. PR പ്രവീണയാണ് വിശദമായ 2 വാർത്തകളുടെ വിവരങ്ങൾ നൽകിയത്.